കാലപ്പഴക്കം കൊണ്ട് കേരളത്തിന് ഭീഷണിയായ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഇനിയും കൂട്ടുമെന്ന് സിനിമാ സ്റ്റൈലിൽ തമിഴ്നാട് സർക്കാരിന്റെ ഏകപക്ഷീയ പ്രഖ്യാപനം. തമിഴ്നാടിന്റെ മോനെ വിജയണ്ണ, നിങ്ങളെ തമിഴ്നാട്ടിലുള്ളവരെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന ആളുകളാണ് കേരളത്തിലുള്ള നമ്മൾ മലയാളികൾ. അതായത് പാണ്ടികളെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന മലയാളികൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെ മലയാളികൾ എല്ലാവരും സ്നേഹിക്കുന്നത് നിങ്ങളെന്ന് പറയുന്നൊരു മനുഷ്യനെയും നിങ്ങളെന്ന് പറയുന്നൊരു സിനിമാ നടനെയും ഒക്കെ കണ്ടുകൊണ്ട് മാത്രമാണ്. അല്ലാതെ നിങ്ങളുടെ രാഷ്ട്രീയം കണ്ടുകൊണ്ടോ നിങ്ങളുടെ രാഷ്ട്രീയത്തിലുള്ള വലിയ ഈ പ്രകടനങ്ങൾ കണ്ടുകൊണ്ടോ ഒന്നുമല്ല. ഈ അടുത്തിടെയായിട്ടാണ് നിങ്ങളുടെ രാഷ്ട്രീയം എല്ലാവരും കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രം നിങ്ങൾ എന്ത് തോന്നിവാസങ്ങൾ പറഞ്ഞാലും എല്ലാവരും അംഗീകരിക്കുമെന്നുള്ളൊരു തീരുമാനം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് മാറ്റി വെച്ചേക്കണം. അതൊക്കെ അങ്ങ് നിങ്ങളുടെ തമിഴ്നാട്ടിൽ നിങ്ങളുടെ പാണ്ടികളുടെ അടുത്ത് മാത്രം എടുത്താൽ മതി. അതിവിടെ വേണ്ട. അവരെന്ത് പറഞ്ഞാലും വിശ്വസിക്കുമായിരിക്കാം. നിങ്ങൾ എന്ത് മണ്ടത്തരങ്ങൾ പറഞ്ഞാലും നിങ്ങൾ എന്ത് തോൽവിത്തരങ്ങൾ കാണിച്ചാലും എല്ലാം ഞങ്ങൾക്ക് എല്ലാം ഞങ്ങളുടെ അണ്ണ എല്ലാമേ പണി വെച്ചെടുക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇരിക്കുമായിരിക്കാം. അങ്ങനെയല്ല കേരളത്തിലെ ആളുകൾ. മുല്ലപ്പെരിയാർ എന്ന് പറയുന്നൊരു ഡാം 130 വർഷങ്ങൾ പഴക്കമുള്ളൊരു ഡാം എപ്പോൾ വേണമെങ്കിലും പൊട്ടുമെന്നുള്ളൊരു പേടിയിൽ നമ്മൾ കേരളത്തിലെ ജനങ്ങളും എല്ലാ ആളുകളും ഭീതിയോടുകൂടി ഇരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. അത്രയും അധികം വർഷങ്ങളുടെ പഴക്കമുണ്ട് ആ പേടിക്കും. അങ്ങനെ പേടിച്ചിരിക്കുന്നൊരു സാഹചര്യത്തിൽ മുല്ലപ്പെരിയാർ ഡാമിന് താഴെ ഒരു ഡാം പണിയണമെന്നും അല്ലെങ്കിൽ മുല്ലപ്പെരിയാറിൻ്റെ ഒരു ശേഷി അത് താഴ്ന്നു വരികയാണ്, അല്ലെ അത് തകർന്നുകൊണ്ടിരിക്കുകയാണ്, ഏതൊരു നിമിഷം വേണമെങ്കിലും കേരളത്തിലെ വിഴുങ്ങുന്ന ആ ഒരു വലിയ ദുരന്തം ഉണ്ടായേക്കാമെന്നുള്ളൊരു പേടിയിൽ കൂടിയാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പുതിയൊരു ഡാം പണിയാനായിട്ട് ഞങ്ങൾ കേരളത്തിനെ അനുവദിക്കില്ല. പുതിയ ഡാം പണിയുന്നതിനേക്കാൾ മുന്നേ ആ ഡാമിൽ ഇപ്പോൾ ഉള്ള എക്സിസ്റ്റിംഗ് ഡാമിൽ വെള്ളത്തിൻ്റെ നിരപ്പ് അത് ഉയർത്താനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. 152 അടിയായിട്ട് അങ്ങ് ഉയർത്താൻ. അതായത് വിജയ് അങ്ങ് തനിയെ തീരുമാനിക്കുകയാണ് 152 അടിയായിട്ട് കേരളത്തിലെ ഡാമിലെ വെള്ളം അങ്ങ് ഉയർത്തിയേക്കാം. ഇങ്ങനെ ഉയർത്തുമ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ വെള്ളം കിട്ടും, കേരളത്തിന് കൂടുതൽ പണിയും കിട്ടും എന്നൊരു തീരുമാനമാണോ വിജയ് സാറേ നിങ്ങൾ എടുത്തിരിക്കുന്നത്? അണ്ണൻ്റെ പണിയൊക്കെ അങ്ങ പോയി പണ്ണാൽ പോതും, ഇങ്ക പണ്ണ വേണ്ട കേട്ടോ. ഇതിവിടെ കേരളത്തിലുള്ള ആളുകൾക്ക് അറിയാം എന്ത് ചെയ്യണമെന്നും എങ്ങനെ ചെയ്യണമെന്നും ഏത് രീതിയിൽ കൊണ്ടുപോകണമെന്നുള്ളത്. വർഷങ്ങളായി ഞങ്ങൾ പേടിച്ചിരിക്കുന്നൊരു കാര്യം, നിങ്ങൾ വീണ്ടും വന്ന് വെള്ളം അങ്ങോട്ട് കൂട്ടി ഈ കേരളത്തിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും ആപത്തുണ്ടായാൽ, കേരളത്തിന് തന്നെ വലിയൊരു ആപത്തുണ്ടായാൽ അതിൻ്റെ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം ഇമാതിരി വർത്തമാനമായിട്ട് വരണം. അല്ലെങ്കിൽ വായും പൂട്ടി മിണ്ടാതെ തന്നിരിക്കുന്ന ജോലിയും ചെയ്തിട്ട് പോകണം. കേരളത്തിൽ വന്നിട്ട് കളിക്കാൻ നോക്കല്ലെന്ന് സാരം കേട്ടോ. എന്നാലും ഞാൻ നിങ്ങളെ ബാക്കിയൊന്ന് കാണിച്ചു തരാം. കേരളത്തെ പേടിപ്പിക്കാനല്ലേ? മുല്ലപ്പെരിയാർ ഡാമിന്റെ ജലനിരപ്പ് ഉയർത്താൻ അനുവദിക്കില്ലെന്ന നിലപാട് കേരളം മറുപടിയായി നൽകി കഴിഞ്ഞു. പക്ഷേ ഓരോ മഴക്കാലത്തും കേരളത്തിന്റെ നെഞ്ചിടിപ്പാകുന്ന മുല്ലപ്പെരിയാറിൽ വീണ്ടും ആശങ്ക കൂട്ടുകയാണ് തമിഴ്നാടിന്റെ ഏകപക്ഷീയമായ പ്രഖ്യാപനം. തമിഴ്നാടിന് വെള്ളം, കേരളത്തിന് സുരക്ഷ, ഇതാണ് മുല്ലപ്പെരിയാർ വിഷയത്തിലെ അടിസ്ഥാന ആശയം. കേരളം പറയുന്നത് സുരക്ഷ ആദ്യം, തമിഴ്നാട് പറയുന്നത് വെള്ളം വേണം. പക്ഷേ കേരളത്തിന്റെ ആശങ്കകൾ അവഗണിച്ച് ജലനിരപ്പ് ഉയർത്തുവാനുള്ള പ്രഖ്യാപനം നടത്തുന്നത് എന്ത് സന്ദേശമാണ് നൽകുന്നത്? മുല്ലപ്പെരിയാറിൽ ഒരു തുള്ളി വെള്ളം കൂടുമ്പോഴും കേരളത്തിൽ ആശങ്ക കൂടുകയാണ്. അങ്ങനെയിരിക്കെ കേരളത്തിന്റെ സുരക്ഷയ്ക്ക് ഉറപ്പു നൽകാതെ ജലനിരപ്പ് ഉയർത്താൻ തമിഴ്നാടിന് എന്താണ് ധൃതി? ഇത് വെള്ളത്തിന്റെ അവകാശ തർക്കം മാത്രമാണോ? കേരളത്തിന്റെ പേടി കൂടി കണക്കിലെടുക്കേണ്ട സമയമല്ലേ? മുല്ലപ്പെരിയാർ, തമിഴ്നാടിന് വെള്ളം, കേരളത്തിന് സുരക്ഷ. ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ അപകടത്തിലാവാൻ പോകുന്ന ഒരു വലിയൊരു അപകടം തന്നെയായിരിക്കും മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്നൊരു കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. ഈ ഒരു വിഷയത്തിൽ ഈ രീതിയിലുള്ള വിജയുടെ പരാമർശത്തിനും വിജയുടെ പ്രഖ്യാപനത്തിനുമൊക്കെ തന്നിഷ്ടപ്രകാരമുള്ള പ്രഖ്യാപനത്തിനുമൊക്കെ എതിരെയായിട്ട് MM മണി എന്ന് പറയുന്ന നമ്മുടെ മണിയാശാൻ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. വിജയ് അല്ല ഏതവൻ വന്നെന്ന് പറഞ്ഞാലും ഈ ഡാം അല്ലെങ്കിൽ ആ ഡാമിലേക്ക് ഇനിയും വെള്ളം കയറ്റാനായിട്ട് സമ്മതിക്കില്ല. പുതിയ ഡാം എന്തായാലും വേണം. ഈ ഡാമിന് വെള്ളം താങ്ങാനുള്ള ശേഷി എന്ന് പറയുന്നത് അത് ദുർബലമാണ്. ആ ഡാമിലേക്ക് വിവരമില്ലാത്തവന്മാർ വന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കൂട്ടാനായിട്ട് ഞങ്ങൾ സമ്മതിക്കില്ല എന്നാണ് പറയുന്നത്. തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് വെള്ളം വേണം, അതേപോലെ തന്നെ പ്രധാനമാണ് ഞങ്ങളുടെ കേരളത്തിലെ ജനങ്ങളുടെ ജീവൻ എന്നാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. ഞാൻ എന്തായാലും വിജയ്ക്ക് അദ്ദേഹം കൊടുക്കുന്ന മറുപടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നിലവിലുള്ള ഡാമിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കണം, തമിഴ്നാടിന് വെള്ളം കൊടുക്കണം, നിലവിലുള്ള സംവിധാനം ആ അളവിൽ വെള്ളം കൊടുക്കണം. ഇനി കൂടുതൽ ഉയർത്തി വെള്ളം തടഞ്ഞാൽ ഇടുക്കി ഡാമിലുള്ള വെള്ളമില്ലാതെ വരും, അവിടെ പ്രതിസന്ധി ഉണ്ടാവും. അതുകൊണ്ട് തമിഴ്നാട് പ്രമേയം പാസാക്കിയിട്ട് അവിടെ വെച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. സംസ്ഥാന ഗവൺമെന്റ് അനുവദിക്കേണ്ട കാര്യമില്ല. നിലവിലുള്ള ഡാം സുരക്ഷിതമാക്കാൻ വേണ്ടി നടപടി അവരെടുക്കണം, ബലപ്പെടുത്താം. അതിൻ്റെ ഉയർച്ച കൂട്ടാനും വെള്ളം കൂട്ടാനൊക്കെ അവർ തീരുമാനിച്ചാൽ അത് അവരുടെ മനസ്സിലെത്താൻ മതി. അതൊന്നും കേരളത്തിൽ നടപ്പിലാക്കാൻ അനുവദിക്കേണ്ട കാര്യം നമുക്കില്ല. പുതിയ ഡാം ആവാം, ഇപ്പോഴത്തെ ഡാമിൻ്റെ അളവിലാകാം,
അതിനപ്പുറമായിരുന്ന ഇടുക്കി ഡാമിലേക്ക് വരുന്ന വെള്ളത്തിൻ്റെ അളവ് കുറയും. അത് കേരളത്തെ ബാധിക്കും, വൈദ്യുതി ഉൽപ്പാദനത്തെ ബാധിക്കും, ഒക്കെ ബാധിക്കും. ഇത് പറയുമ്പം തമിഴ്നാട് അവിടുത്തെ ജനങ്ങൾ നമ്മുടെ സഹോദരങ്ങളാണ്. അവർക്ക് വെള്ളം വേണമെന്ന കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. പണ്ട് മുതൽ പാർട്ടി എടുത്തിരിക്കുന്ന നിലപാട് അതാണ്. തമിഴ്നാട്ടിൽ വെള്ളം വേണം, കേരളത്തിൻ്റെ സുരക്ഷിതത്വം. അത് നിലവിലുള്ള ഡാമിൻ്റെ ഇനി ഉയർച്ച കൂട്ടണമെന്ന് അവർ പ്രമേയം പാസ്സാക്കിയാൽ അവിടെ വെച്ചോണ്ട് ഇരിക്കുകയേ ഉള്ളൂ. ഇവിടെ നടപ്പിലാക്കാൻ നമ്മൾ അനുവദിക്കേണ്ട കാര്യമില്ല. കണ്ടില്ലേ, കൃത്യമായിട്ടുള്ള മറുപടി തന്നെയാണ് മണിയാശാൻ എന്ന് പറയുന്ന 10ാം ക്ലാസ്സും ഗുസ്തിയും അല്ലെങ്കിൽ സ്കൂളിൽ പോലും പോയിട്ടില്ല നിങ്ങളൊക്കെ കളിയാക്കുന്ന ഒരു മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ABCD പോലും അറിയാത്ത കാട്ടിൽ കിടന്നവൻ ഇത്രയുമൊക്കെ പറയാൻ ബുദ്ധിയുണ്ട് എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തോന്നിയിട്ടുണ്ടാവും അല്ലേ? മണിയാശാൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ വൈദ്യുതി മന്ത്രിയായിട്ടിരിക്കുന്ന അന്ന് തൊട്ട് ഇന്ന് വരെയും അദ്ദേഹം ഈ ഒരു പാർട്ടിയിലുള്ള സമയത്തും അദ്ദേഹം പറയുന്ന ഓരോ വാക്കുകളും ഇവിടുത്തെ വലിയ വിദ്യാസമ്പന്നരായിട്ടുള്ള അറിവും വിദ്യാഭ്യാസവുമുള്ള വലിയ ആളുകൾക്ക് പോലും മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം അയാൾ കണ്ടറിഞ്ഞ് അയാൾ ജീവിതത്തിൽ നിന്ന് പഠിച്ച അനുഭവങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കേരളത്തിലെ ജനങ്ങൾ നിങ്ങൾക്ക് എത്രത്തോളം കുടിവെള്ളം ആവശ്യമാണോ, നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളുടെ ജനങ്ങളുടെ ആവശ്യങ്ങൾ എത്രത്തോളം പ്രധാനപ്പെട്ടതാണോ, അതേപോലെ തന്നെയാണ് ഇവിടുത്തെ ഓരോ ജീവനും ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ് എന്നുള്ളത് വിജയ്ക്ക് കാണിച്ചു കൊടുക്കുന്ന അല്ല എന്നുള്ളത് വിജയോട് പറഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ ഈ ഒരു സർക്കാർ അല്ലെങ്കിൽ MM മണി എന്ന് പറയുന്നൊരു മനുഷ്യൻ. വലതുപക്ഷ സർക്കാർ ഇതിനെന്താണ് തീരുമാനം എടുക്കുന്നതെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും ഡാമിൽ ജലനിരപ്പ് ഉയർത്താൻ സമ്മതിക്കില്ല എന്നുള്ളൊരു തീരുമാനം എടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തു തന്നെയാണെങ്കിലും വിജയുടെ രക്ഷകൻ കളിയൊക്കെ അങ്ങ് സിനിമയിൽ മതി. ഈ കേരളത്തിൽ വന്നിട്ട് ഇവിടെയുള്ള ആളുകളെ രാഷ്ട്രീയം പഠിപ്പിക്കാൻ വിജയ് മോനെ നോക്കരുത്. നിങ്ങളെ അനുകൂലിക്കുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, ഒരുപാട് ആളുകൾ, എണ്ണമറ്റ ആളുകൾ നമ്മുടെ കേരളത്തിലുമുണ്ട്, മറ്റ് പലയിടങ്ങളിലുമുണ്ട്. എന്ന് വെച്ചുകൊണ്ട് എല്ലാം അങ്ങ് അംഗീകരിക്കും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അങ്ങനെ എല്ലാം അംഗീകരിക്കാൻ പറ്റുന്നൊന്നുമല്ല. കേരളത്തിലെ സർക്കാരിനെ പോലും അതിരൂക്ഷമായിട്ട് വിമർശിക്കുന്ന ഞങ്ങളുടെ ആളുകൾക്ക് അല്ല ഇവിടെയുള്ളവർ നിങ്ങളെ അങ്ങ് നല്ല രീതിയിൽ അങ്ങ് തലോടുമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് കയ്യിൽ വെച്ചാൽ മതി. ഇവിടെയുള്ള ആളുകളുടെ ഭീതി, ഒരുപാട് അമ്മമാരും ഒരുപാട് അച്ഛന്മാരും ഒരുപാട് അനിയന്മാരും അനിയത്തിമാരും കുട്ടികളും കുഞ്ഞുങ്ങളും എല്ലാവരും മരണത്തിൽ പെട്ടുപോകുന്നൊരവസ്ഥ ഈ ഒരു ഡാം തകർന്നു കഴിഞ്ഞാൽ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവാതിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണോ വെള്ളം, ആ ആവശ്യമായിട്ടുള്ളൊരു സാധനം കൂട്ടിക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ആവശ്യമായിട്ടുള്ളത് ഒരു അനാവശ്യമായിട്ട് കേരളത്തിനെ എഫക്റ്റ് ചെയ്യും. അത് കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തെയും ബാധിക്കും. അങ്ങനെ കേരളത്തിനെ തകർത്തുകൊണ്ട് തമിഴ്നാടിന് വലിയ രീതിയിൽ അങ്ങ് കയറിപ്പോകണം, അല്ലെ തമിഴ്നാടിന് വെള്ളം കുടിച്ച് ജീവിക്കണം, കൊഴുത്ത് വളരണം എന്നൊക്കെ ഒരു തീരുമാനമുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് കയ്യിൽ വെച്ചാൽ മതി. അതൊന്നും ഇവിടെ എടുക്കാൻ നോക്കണ്ട മച്ചമ്പി. അണ്ണൻ്റെ പണി അങ്ക പണ്ണാ പോതും ഇങ്ക പണ്ണ വേണ്ടാന്ന് ഞാൻ ആദ്യം പറഞ്ഞതും ഇതുകൊണ്ട് തന്നെയാണ്. ഇമാതിരിയുള്ള ഇങ്ങനത്തെ രാഷ്ട്രീയ കളികൾ, അതും സ്വന്തം തീരുമാനമാണെന്നേ, തന്നിഷ്ടത്തിന് അങ്ങ് തീരുമാനിച്ചിരിക്കുക വിജയ്. ഇവിടെ എന്ത് ചെയ്യണമെന്ന് വിജയ് അല്ല തീരുമാനിക്കുന്നത്. ഇവിടെ ഒരു ഗവൺമെൻറ് ഉണ്ട്, അവർ തീരുമാനിക്കും. ഈ തമിഴ്നാടായാലും കേരളമായാലും കർണാടക ആയാലും ആന്ധ്രയായാലും എവിടെയാണെങ്കിലും എല്ലാവരും ഇന്ത്യയിലെ പൗരന്മാരാണ്. അതുകൊണ്ട് രണ്ട് നീതിയും രണ്ട് നിയമവും രണ്ട് തീരുമാനങ്ങളും ഒന്നും വിജയ് വിചാരിക്കണ്ട. അങ്ങ് തമിഴ്നാട്ടിൽ നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ പറയുന്നതിന് അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളുന്ന അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതിനൊപ്പം ചാടുന്ന മണ്ടന്മാരായിട്ടുള്ള ആളുകൾ കാണും. കേരളത്തിലുള്ളവർ അങ്ങനെ മണ്ടന്മാരാണെന്ന് വിജയ്ക്ക് അങ്ങനെ ഒരു തീരുമാനമുണ്ടെങ്കിൽ വിജയ് ഇതോടുകൂടി അതങ്ങ് മാറ്റിക്കണം. സിനിമയിൽ നിങ്ങളെ അഗാധമായിട്ട് സ്നേഹിക്കുന്ന പോലെ അല്ല, സിനിമ കണ്ടിട്ട് നിങ്ങളെ അങ്ങ് പൊക്കിക്കൊണ്ട് നടക്കുന്നത് പോലെയല്ല രാഷ്ട്രീയത്തിൽ വരുമ്പോൾ നിങ്ങൾക്കൊരു കൃത്യമായിട്ടുള്ള തീരുമാനമുണ്ട്. ആ തീരുമാനം വെച്ചുകൊണ്ട് നിങ്ങൾ പോവുകയുള്ളൂ. ആ തീരുമാനം നിങ്ങൾക്ക് മാത്രം വേണ്ടിയുള്ളതാവരുത്. ഈ കേരളത്തിലെ അല്ലെ ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും പ്രയോജനകരമാകുന്ന വിധത്തിലുള്ളതായിരിക്കണം. ഇതിന് പാണ്ടികളെന്നോ മലയാളികളെന്നോ ഒരു വേർതിരിവുണ്ടാവാൻ പാടില്ല. അങ്ങനെ ഒരു വേർതിരിവ് ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് രണ്ടായിട്ടും മടക്കി കുത്തി കയ്യിൽ വെച്ചേക്കണം മോനെ, നടക്കില്ല.